നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആഹാ, രണ്ടുപേരും വന്നോ? ദേ, ഞാനിപ്പോ നിങ്ങളുടെ വീഡിയോ കണ്ടതേ ഉള്ളൂ. പവിത്രനെയും കാണിച്ചു കൊടുത്തു. നന്നായി മോനെ, നിന്റെ അച്ഛനും ഇതുപോലെ തന്നെയായിരുന്നു. സുമംഗല ഏട്ടത്തിയും കൂട്ടി മാർക്കറ്റിലേക്ക് വരുമ്പോ വെയില് കൊള്ളാതെ ഏട്ടത്തിയുടെ മുകളിലേക്ക് കൂടെ ഇങ്ങനെ നിവർത്തി പിടിക്കും. എന്നിട്ട് രണ്ടുപേരും കൂടി മാർക്കറ്റിലൂടെ ഒരു വരവുണ്ട്. അത് കാണാൻ തന്നെ ഒരു ഒന്നൊന്നര ചന്തമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി ആ കുടക്കീഴിൽ വരുന്ന വീഡിയോ കണ്ടപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അതാ. ശരിക്കും വിശ്വേട്ടൻ നടന്നു വരുന്നത് പോലെ തന്നെ. പണ്ട് വിശ്വേട്ടൻ പലതും ചെയ്ത് കാണും. വിശ്വേട്ടനോടുള്ള ബഹുമാനവും ആദരവും കൊണ്ട് മറ്റുള്ളവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അതുപോലെയല്ല ഇത്. ആളുകളെ പെൺകോന്തനായിരിക്കും പറയുന്നത്. എന്തായാലും നിന്റെ അത്ര പെൺകൊന്നനാവില്ല. ദേ, അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, സത്യം പറഞ്ഞതാ. ആദ്യം സ്വന്തം ഭാര്യയെ അനുസരിപ്പിക്കാൻ നോക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാൻ. മറ്റുള്ളവരുടെ മുമ്പിൽ വെറുതെ ആളാൻ ശ്രമിക്കല്ലേ. പവിത്രന്റെ തനി സ്വഭാവം അറിയും. എന്നാ കാണിക്കടാ. പറഞ്ഞേക്കാം. വേണ്ട പവിത്ര, നിങ്ങൾ എന്തിനാ കൊച്ചുകുട്ടികളെ പോലെ വഴക്കിടുന്നേ? പിന്നെ അല്ലാണ്ട് ഇയാളാരാ എന്നെ എന്റെ ഭാര്യയെ കുറ്റം പറയാൻ? എനിക്ക് സത്യം തോന്നുന്നത് ഞാൻ എവിടെ വിളിച്ചു പറയും. നിർത്തങ്ങളെ അല്ല പിന്നെ ചിറ്റപ്പൻ ഇങ്ങോട്ട് വന്നേ. ഒന്ന് വാ അങ്ങോട്ട്. എന്താ സാർ ഇത്? മാർക്കറ്റിലെ ലോക്കൽസ് സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യാമോ? നമ്മുടെ ഓഫീസിന് ചേർന്നതാണോ ഇത്? ഞാനല്ലല്ലോ, അയാളല്ലേ തുടങ്ങി വെച്ചത്. പക്ഷേ ഈ ഓഫീസിലെ സീനിയോറിറ്റി പവിത്രൻ സാറിനാ. അത് സാറ് മറക്കരുത്. ഓഫീസിനൊരു ഡിസിപ്ലിൻ ഉണ്ട്. സ്റ്റാഫ് ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? അമ്മ ഇതെങ്ങാനും അറിഞ്ഞാ അത് മോശമല്ലേ? അത് പിന്നെ ഞാനൊരു ടെൻഷനിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സിലി കാര്യങ്ങളായിട്ട് വന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ചിലപ്പോ ഇങ്ങനെ നിയന്ത്രണം വിട്ടെന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും. സോറി. ഏയ്, സോറി ഒന്നും പറയണ്ട. ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരുന്നാ മതി. ചായ ചോദിച്ചിട്ട് മണിക്കൂർ ഒന്നായി. എവിടെയാ രാജി? രഞ്ജിനി, നിന്നോടാ ഞാൻ ചോദിച്ചത്. നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അവളിന്ന് വന്നില്ല. അതെന്താ വരാത്തത്? എനിക്കറിയില്ല. ഞാൻ അവളെ തിരക്കി നടക്കുമല്ലോ. ഓ, നിനക്കറിയില്ലല്ലേ? അല്ലെങ്കിലും നീയും ഭർത്താവും ഇപ്പോ സ്വയം മറന്ന് നടക്കുകയല്ലേ? അറിഞ്ഞില്ലേ, നിന്റെ ഭർത്താവേ ഇന്ന് എന്റെ പവിയേട്ടനെ അടിക്കാൻ കൈ ഓങ്ങിന്ന്. ഓഹോ, ഇപ്പൊ കഥ അങ്ങനെ ആയോ? എന്റെ എതിയേട്ടനെയാ നിന്റെ ഭർത്താവ് തല്ലാൻ വന്നത്. ദേ, ആ മനുഷ്യന്റെ ദേഹത്ത് കൈവച്ചിരുന്നെങ്കിലുണ്ടല്ലോ, അപ്പ അറിയായിരുന്നു അതിന്റെ പാട്. എന്തറിയാന്നാടി? എന്റെ ഭർത്താവിന്റെ അധ്വാനമാ ആ കമ്പനി. എന്നിട്ട് ആ കമ്പനിയിൽ വെച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ നോക്കുന്നു. അധ്വാനിക്കുന്ന കാര്യമൊക്കെ അറിയുന്നുണ്ട്. അധ്വാനിച്ചേ
കമ്പനിയുടെ കോടികളാ മുങ്ങി താഴുന്നത്. ഇതേ നിന്റെ ഭർത്താവിന്റെ കുടുംബ സ്വത്തല്ല, എന്റെ എതിയേട്ടന്റെ ഏട്ടന്റെ സമ്പാദ്യമാ. അതിന്ന് കട്ടുമുടിക്കുന്നതിന് വേണം ഒരന്തസ്. ഒരു കാര്യം ഓർത്താ നല്ലതാ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും. ആവട്ടെടി, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അവളുടെ എതിയേട്ടന്റെ ഏട്ടന്റെ വകയാണത്ര ഇതെല്ലാം. എടി, ഭർത്താവ് മരിച്ച ഭർത്താവിന്റെ സ്വത്തിന്റെ അവകാശം ഭാര്യയ്ക്ക, അല്ലാതെ ഭർത്താവിന്റെ അനിയനല്ല. അല്ല, സമ്മതിക്കാം. അതുപോലെ ഭർത്താവിന്റെ മരണശേഷം ലഭിക്കുന്ന സ്വത്തുക്കളില് ഭാര്യയുടെ സഹോദരനും അവകാശം ഇല്ലാന്നറിഞ്ഞ കൊള്ളാം. ഓ, അത് മറന്നു. ഇപ്പൊ നിന്റെ ഭർത്താവ് അവളെ സഹായിക്കാൻ നിൽക്കുവാണല്ലോ. ഓ, എങ്ങനെയെങ്കിലും എന്റെ പവിയേട്ടനെ പുറത്താക്കണം, അതാ അയാൾക്ക്. അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടെങ്കിലേ അതങ്ങ് ഇറക്കി വെച്ചേക്കാൻ പറഞ്ഞേക്ക്. ഈ കലത്തില് ആ പരിപ്പ് വേഗം പോകുന്നില്ലടി. എതിയേട്ടൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്തിയിരിക്കും. അത് നിന്റെ ഭർത്താവെന്നല്ല, ഇനി കൊച്ചി രാജാവാണെങ്കിലും ശരി. അതേടി, സംശയം ഒന്നും വേണ്ട. നിന്റെ ഭർത്താവിന്റെ കള്ളത്തരങ്ങള് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കണ്ടുപിടിച്ചിരിക്കും. ആഹാ, അത്രയ്ക്കായോ? നിന്നെ ഞാൻ കൊല്ലുഞ്ഞ്. കിടി, നീ എന്നെ കുത്തോ? എന്നാ കുത്തടി. അത്രയ്ക്കായോ? നിന്റെ ഭ്രാന്തോ അഭിനയൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. അന്നെന്റെ കാലിൽ ചൂടുവെള്ളം ഒഴിച്ചപ്പോഴേ ഞാൻ കരുതി വെച്ചിരുന്നതാ. ആഹാ, നീ എന്നെ കുത്തോ? കുത്തോടി. കുത്തോടി. എടി, നിന്നെ ഞാൻ കുത്തി നോക്കടി. നിന്നെ ഞാൻ കൊല്ലുഞ്ഞ്. എനിക്കല്ലെങ്കിലും നീ പോടി അവിടുന്ന്. നീ വിടടി. കൊല്ലൊന്ന് നോക്കട്ടെ. എന്നെ വിട.